ഇന്ന് PO Gate പാർട്ട് 1-ൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. IPPB ആണ് പറയാനുള്ളത്. IPPB എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, നമ്മുടെ പോസ്റ്റ് ഓഫീസുമായിട്ട് സബ്സിഡിയറി ആയിട്ട് കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്നൊരു പേയ്മെൻറ്റ്സ് ബാങ്കാണ്. പേയ്മെൻറ്റ്സ് ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ലിമിറ്റ് വെച്ചിട്ട് ഡെപ്പോസിറ്റും വിഡ്രോലൊക്കെ നടത്തുന്നവയാണ് പേയ്മെൻറ്റ്സ് ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ എയർടെലിൻ്റെ പേയ്മെൻറ്റ്സ് ബാങ്ക് ഉണ്ട്, ജിയോയുടെ ഉണ്ട്, പേടിഎമ്മിൻ്റെ ഉണ്ട്, അങ്ങനെ പല പേയ്മെൻറ്റ്സ് ബാങ്ക് ഉണ്ട്. അതിലൊന്നാണ് IPPB. IPPBയിൽ അതിൻ്റെ ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് എക്സാം വൈസ് ഉള്ള കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ പേര് തിരിയാതെ പറയുക എന്നുള്ളതാണ്. നമ്മൾക്ക് എളുപ്പത്തിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് എന്ന് പറയും, പക്ഷേ പരീക്ഷയ്ക്ക് ഇതിൻ്റെ പല വേരിയൻറ്റ് ചോദിക്കും. അതായത് IPPBയുടെ ഫുൾ ഫോം എന്താണ്, എന്നിട്ടിങ്ങനെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക്, ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക്സ്, ഇങ്ങനെ പല രീതിയിൽ വേരിയൻറ്റ് ചോദിക്കും. അപ്പം നമുക്കിത് തിരിഞ്ഞു പോരുത്, അങ്ങനെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് അതിൻ്റെ കൃത്യമായിട്ട് പേര് ഓർത്ത് വെച്ചിരിക്കുക, അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആപ്തവാക്യം, മോട്ടോ എന്ന് പറയും. എന്താണ് IPPBയുടെ ആപ്തവാക്യം? ആപ്കാ ബാങ്ക് ആപ്കാ ദ്വാർ, ആപ്കാ ബാങ്ക് ആപ്കാ ദ്വാർ, DWAAR. അടുത്തത് ചോദിക്കുന്ന IPPB ലോഞ്ച് ചെയ്തത്, അത് നരേന്ദ്രമോദിയാണ് ലോഞ്ച് ചെയ്യുന്നത്. അറ്റ് താൽക്കോത്ര സ്റ്റേഡിയം, TALKOTRA, താൽക്കോത്ര സ്റ്റേഡിയം, ന്യൂഡൽഹി. ഡേറ്റ് എന്ന് വെച്ചാൽ 1/9/2018 വിത്ത് 650 650 ബ്രാഞ്ചായിട്ടാണത് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ പറയുന്നതിൻ്റെ ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സ് ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് ആണ്. അതായത് വീട്ടുമുറ്റത്ത് കൊണ്ടെത്തിക്കുക. അതായത് ഈ IPPB പോലുള്ള പേയ്മെൻറ്റ്സ് ബാങ്കുകളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാങ്കിൽ എത്തിപ്പെടാൻ കഴിയാത്ത റൂറൽ ഏരിയാസിലൊക്കെ ഉള്ള ആൾക്കാരെ ഉന്നം വെച്ചിട്ടുള്ളതാണ് ഈ IPPB പോലുള്ള പേയ്മെൻറ്റ്സ് ബാങ്കുകൾ. അപ്പോൾ അതുകൊണ്ട് ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് ഉണ്ട്. പിന്നെ ഇൻസ്റ്റൻറ്റ് ആൻഡ് പേപ്പർലെസ് അക്കൗണ്ട് ഓപ്പണിംഗ് വിത്ത് സീറോ ബാലൻസ്, പേപ്പർലെസ് അക്കൗണ്ട് ഓപ്പണിംഗ് ഉണ്ട്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അക്കൗണ്ട് ഓപ്പണിംഗ് ഉണ്ട്. ആധാർ നമ്പർ ആൻഡ് മൊബൈൽ നമ്പർ ഈസ് മാൻഡേറ്ററി. അങ്ങനെയുള്ള സമയം ഇൻസ്റ്റൻ്റ് ആയിട്ടും പേപ്പർലെസ് ആയിട്ടൊക്കെ തുടങ്ങും, പക്ഷേ ആധാർ നമ്പരും മൊബൈൽ നമ്പറൊക്കെ മാൻഡേറ്ററി ആണ്. IPPB പ്രൊവൈഡ്സ് പേപ്പർലെസ് ട്രാൻസാക്ഷൻസ്, നോ ഫോംസ് ആർ യൂസ്ഡ് ഹിയർ ഫോർ ട്രാൻസാക്ഷൻ. അതറിയാലോ, നമുക്ക് പേപ്പർലെസ് ആണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ. അല്ലെ മറ്റേ സാധാ അക്കൗണ്ടിലൊക്കെ നമ്മൾ ഫോം എടുക്കണം, ഫോം പൂരിപ്പിക്കണം, കൊടുക്കണം, പിടിക്കണം, ഒപ്പിടണം, ഇതങ്ങനൊന്നുമില്ല, പേപ്പർലെസ് ആണ്. ഫോർ സബ്സിക്വൻറ്റ് ട്രാൻസാക്ഷൻ ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ ഓർ OTP ക്യാൻ ബി യൂസ്. അതായത് OTP ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ വഴി നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ നടത്തിയെടുക്കാം. കസ്റ്റമേഴ്സ് ആർ സപ്ലൈഡ് വിത്ത് QR, ക്വിക്ക് റെസ്പോൺസ് കാർഡ്സ്. അറിയാലോ, IPPBയുടെ QR കോഡുകൾ കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട്. ക്യാൻ ബി ലിങ്ക്ഡ് വിത്ത് PO സേവിങ്സ് അക്കൗണ്ട്. പോസ്റ്റ് ഓഫീസിൻ്റെ സേവിങ്സ് അക്കൗണ്ടുമായിട്ട് IPPB അക്കൗണ്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ അത് CP അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുമായിട്ട് IPPB അക്കൗണ്ട് ലിങ്കാക്കി വെച്ചിട്ട് നമുക്ക് IPPB അക്കൗണ്ടിൽ നിന്ന് POSBയിലോട്ടും POSBയിൽ നിന്ന് IPPB അക്കൗണ്ടിലോട്ട് നമുക്ക് സ്വീപ്പ് ചെയ്യാൻ പറ്റും. സ്വീപ്പിൻ സ്വീപ്പോട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ആപ്പിൽ. അടുത്ത ഡോർ സ്റ്റെപ്പ് സർവീസസ്, അതായത് ബിൽ പേയ്മെൻ്റ് ഉണ്ട്, പിന്നെ മൊബൈൽ DTH ഒക്കെ റീചാർജ് ചെയ്യാം, ഇലക്ട്രിസിറ്റി, വാട്ടർ ബില്ല്, ഗ്യാസ് ബില്ല്, ഇതിൻ്റെയൊക്കെ പേയ്മെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ പോസ്റ്റ്മാൻ വഴിയോ അല്ലെങ്കിൽ GDS-MD വഴിയോ നടത്തപ്പെടുന്നതാണ്. പിന്നെ IMPS വഴി നമുക്ക് ഇൻസ്റ്റൻറ്റ് ഫണ്ട് ട്രാൻസ്ഫർ ഉണ്ട്. അതായത് നമുക്കറിയാം IMPS നെഫ്റ്റ്, നമ്മൾ IPPB മൊബൈൽ ബാങ്കിങ് ആപ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് വഴിയിൽ IMPS വഴിയും നെറ്റ് വഴിയൊക്കെ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓൺലൈൻ ഡെപ്പോസിറ്റ്സ് ക്യാൻ ബി മെയ്ഡ് ഇൻ ടു RD അല്ലെങ്കിൽ PPF അല്ലെങ്കിൽ SSA അല്ലെങ്കിൽ RD. അതായത് നമുക്ക് ഈ മറ്റേ ആപ്പ് വഴി നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഈ RDയിലോട്ടും PPFയിലോട്ടും SSAയിലോട്ടും ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് IFSC കോഡ് ഓഫ് IPPBയുടെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ IFSC കോഡ് അത്ര ആദ്യം വെച്ചാൽ IPOS 123456601, IPOS 601, അതാണ് IFSC കോഡ് ഓഫ് IPPB. അടുത്തത് IPPB ഇൻട്രസ്റ്റ് റേറ്റ്സ് റെഗുലർ സേവിങ്സ് അക്കൗണ്ട് വിത്ത് എഫക്ട് ഫ്രം 1/6/2022. അതായത് IPPBയുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ. ഇതിനകത്ത് സേവിങ്സ് അക്കൗണ്ടുകൾ എന്ന് പറയുമ്പോഴത്തെ IPPB പ്രീമിയം സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, റെഗുലർ സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, ബേസിക് സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്. ഇതെല്ലാം ഇതിനകത്തെല്ലാം ചില ഫീച്ചേഴ്സ് മാറി വരും.
അല്ലാതെ എല്ലാം സെയിം തന്നെയാണ്. ചെറിയ ചില ഫീച്ചേഴ്സ് കൂടുതലായിരിക്കും. അങ്ങനെയാണ് എൻ്റെ സേവിങ്സ് അക്കൗണ്ടുകളുള്ളത്. അപ്പം അതിനകത്ത് റെഗുലർ സേവിങ്സ് അക്കൗണ്ടിൻ്റെ 1/6/2022 തൊട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് പറയുന്നത്. അതായത് 1 ലക്ഷം വരെയുള്ള ബാലൻസിന് 2% പെർ ആനമാണ്. പിന്നെ 1 ലക്ഷം തൊട്ട് 2 ലക്ഷം വരെ 2.25% പെർ ആനം. ഇത് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രസ്റ്റ് വിൽ ബി പെയ്ഡ് ടു ദ കസ്റ്റമർ ക്വാർട്ടർലി. അപ്പോൾ എത്ര ആകുമ്പോഴത്തേക്കും IPPB കഴിഞ്ഞ്. ഇനി പറയുള്ള കൊമേഴ്സ് ഇനിഷ്യേറ്റീവ്സ്. അതായത് നമ്മൾ പോസ്റ്റ് ഓഫീസ് കുറേ സ്ഥാപനങ്ങളായിട്ട് ടൈപ്പായിട്ട് നമ്മൾ കുറേ COD സർവീസൊക്കെ കൊടുക്കുന്നുണ്ട്. ആ കാര്യമാണ് പറയുന്നത്. മോർ ദാൻ 1000 കൊമേഴ്സ് പ്ലെയേഴ്സ്, അതായത് നാപ്റ്റോൾ, Amazon.in, Flipkart.com, Myntra.com, സ്നാപ്ഡീൽ, സ്റ്റാർ CG അങ്ങനെയുള്ളവരായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഒരുപാട് COD സർവീസൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ SMS അലേർട്ടൊക്കെ കൊടുക്കുന്നുണ്ട് പ്രൊഡക്റ്റ് എത്തുമ്പോൾ ഉടനുള്ള. പിന്നെ ഗംഗാജലം കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്തൊക്കെയാണ് നമ്മുടെ കൊമേഴ്സ്യൽ ഇനിഷ്യേറ്റീവ്സ് എന്നുള്ളത്. പിന്നെ അടുത്ത് പറയുന്നത് നമുക്ക് പോസ്റ്റ് ഇൻഫോ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടോ, അതിൻ്റെ കാര്യമാണ് പറയുന്നത്. മൊബൈൽ ആപ്ലിക്കേഷൻസ് ത്രൂ ആൻഡ്രോയിഡ്. പോസ്റ്റ് ഇൻഫോ എന്ന് പറഞ്ഞ ആപ്പുണ്ട്. ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആയിരുന്നു പോസ്റ്റ് ഇൻഫോ. നമുക്കറിയാവുന്നതാണ്, നമ്മൾ ആർട്ടിക്കിൾ ട്രാക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ പോസ്റ്റൽ ടെക്നോളജി CEPT മൈസൂർ, അത് അവരാണിത് ഡിസൈൻ ചെയ്തും ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അതൊന്ന് ചുമ്മാ ഓർത്ത് വെച്ചേക്ക്. സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ പോസ്റ്റൽ ടെക്നോളജി CEPT മൈസൂർ. പിന്നെ അതിനകത്തുള്ള ആപ്ലിക്കേഷൻസ് ഉള്ള സർവീസ് റിക്വസ്റ്റുകൾ കൊടുക്കാം. ഫിനാൻഷ്യൽ സർവീസിനെ കുറിച്ചുള്ള IPPB ജീവൻ പ്രമാൺ, അതായത് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ സർവീസ് റിക്വസ്റ്റ് കൊടുക്കാം. പിന്നെ ആർട്ടിക്കിൾ ട്രാക്കിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ പോസ്റ്റ് ഓഫീസ് സെർച്ച് ഉണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏത് പോസ്റ്റ് ഓഫീസിൻ്റെയും പിൻകോഡും പേരും എല്ലാം എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പോസ്റ്റേജ് കാൽക്കുലേറ്റർ ഉണ്ട്, നമുക്ക് പോസ്റ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഇൻഷുറൻസിൻ്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റർ ഉണ്ട്. പിന്നെ ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കംപ്ലൈൻറ്റ് ട്രാക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്കും ആ ലാസ്റ്റ് പോർഷൻ തീർന്നു. IPPBയും അതിനോട് ചേർന്നുള്ള കൊമേഴ്ഷ്യൽ ഇനിഷ്യേറ്റീവ്സും എന്നുള്ള കാര്യം തീർന്നു. അടുത്ത ചെറിയൊരു പോർഷൻ പറയുകയാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്നത്, SGB. സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്നത് നമുക്ക് സ്വർണം മേടിച്ച് വയ്ക്കാം. അതായത് ഫിസിക്കലായിട്ടല്ല, ഡിജിറ്റലായിട്ട് സ്വർണം മേടിച്ച് വെച്ചിട്ട് അത് ഇത്ര വർഷത്തേക്ക് സ്വർണം മേടിച്ച് നമുക്ക് വെക്കാം. ആ സ്വർണത്തിൻ്റെ ഓണർ നമ്മളായിരിക്കും, നോട്ട് ഫിസിക്കലി, ഡിജിറ്റലി. എന്നിട്ട് അത് ഇത്ര വർഷം അതിൻ്റെ കാലാവധി കഴിയുമ്പം അന്നത്തെ ആ സ്വർണത്തിൻ്റെ വില നമുക്ക് ആ മേടിച്ച് വെച്ചിരുന്ന സ്വർണ്ണം ഉണ്ടല്ലോ ഡിജിറ്റലായിട്ട്, അതിൻ്റെ അന്നത്തെ സ്വർണത്തിൻ്റെ വില വെച്ച് നമുക്ക് തിരിച്ചു കിട്ടും. കൂടാതെ ഒരു ഇൻട്രസ്റ്റിന് കിട്ടും. അതാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്നത് സിംപ്ലി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾസിൽ പറയുകയാണെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട്സ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ്, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2015 അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് RBI വഴിയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയാണ് അതിൻ്റെ ഇത് നടപ്പിലാക്കുന്നത്. അവരാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചാർട്ട് ചെയ്യും, ഇന്ന ഡേറ്റ് തൊട്ട് ഇത്ര ഡേറ്റ് വരെ നിങ്ങൾക്ക് ഇത് മേടിക്കാം, സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ മേടിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എവിടെ പോയൊക്കെ ഇത് മേടിക്കാമെന്ന് പറഞ്ഞാൽ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് മേടിക്കാം, പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്ന് മേടിക്കാം, ഡെസിഗ്നേറ്റഡ് പോസ്റ്റ് ഓഫീസിൽ നിന്ന്, എല്ലാ പോസ്റ്റ് ഓഫീസിൽ നിന്നല്ല, ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്ന് മേടിക്കാം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മേടിക്കാം, അങ്ങനെ പലയിടത്തും ഇത് മേടിക്കാം. അതിനകത്ത് ആ ഓരോ ഓപ്ഷൻ പോസ്റ്റ് ഓഫീസ് ആയതുകൊണ്ടാണ് നമ്മളില്ലത് പറഞ്ഞു പോകുന്നത്. സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ സോവറിൻ ഗോൾഡ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2015 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോവറിൻ ഗോൾഡ് ബോണ്ട്സ് ആർ ഇഷ്യൂഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആസ് ആൻ ആൾട്ടർനേറ്റീവ് ഫോർ ഫിസിക്കൽ ഗോൾഡ്. ഫിസിക്കൽ ഗോൾഡ് മേടിച്ച് സൂക്ഷിക്കുന്നതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഇത് ഇഷ്യൂ ചെയ്യപ്പെടുന്നത്, അല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇതിനൊരു ഹോൾഡിംഗ് സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് ആ ഇൻവെസ്റ്ററിന് കൊടുക്കും, ഹോൾഡിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ ജോയിൻ്റ്ലി ഇത് ഇൻഡിവിജ്വലിന് ഇത് ആർക്കൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് മേടിക്കാം, പിന്നെ ജോയിൻ്റ്ലി മേടിക്കാം, ആൾക്കാർ കൂടിച്ചേർന്ന് മേടിക്കാം, പിന്നെ ട്രസ്റ്റുകൾക്ക് മേടിക്കാം, യൂണിവേഴ്സിറ്റികൾക്ക് മേടിക്കാം, ചാരിറ്റബിൾ ഫൗണ്ടേഷൻസിനൊക്കെ ഇത് മേടിക്കാം. അപ്പോൾ ജോയിൻറ്റ് ഹോൾഡിംഗ് വിൽ ആൾസോ ബി അലൗഡ്. മൈനറിൻ്റെ കേസ് ദ ആപ്ലിക്കേഷൻ ഓൺ ബിഹാഫ് ഓഫ് മൈനർ ഹാസ് ടു ബി മെയ്ഡ് ബൈ ഗോർഡിയൻ ആണ് മൈനർക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്ന് പറയുന്നു. പിന്നെ ഇതിനകത്ത് പറയുന്നത്
ഇതിൻ്റെ വാല്യൂ, മേടിക്കുന്ന സ്വർണത്തിൻ്റെ വിലയെന്ന് പറയുന്നത് സിമ്പിൾ ആവറേജ് ഓഫ് ക്ലോസിംഗ് പ്രൈസ് ഓഫ് ഗോൾഡ് ഓഫ് 999 പ്യൂരിറ്റി 916 പ്യൂരിറ്റി എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ മേടിക്കുന്നതും അവസാനം കിട്ടുന്നതും 99.9 പ്യൂരിറ്റിയിലുള്ള വിലയും കാര്യങ്ങളുമാണ് അതിനകത്ത് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ സിമ്പിൾ ആവറേജ് ഓഫ് ക്ലോസിംഗ് പ്രൈസ് ഓഫ് അതായത് മേടിക്കുന്ന വിലയെന്ന് പറയുന്നത് 99.9 പ്യൂരിറ്റിയിലുള്ള ഗോൾഡിൻ്റെ വില. അത് ആര് പബ്ലിഷ് ചെയ്യുന്നത്? ഇന്ത്യ ബുള്ളിയൻ ആൻഡ് ജുവലേഴ്സ് അസോസിയേഷൻ ലിമിറ്റഡ് പബ്ലിഷ് ചെയ്യുന്ന വില. അവർ ഈ ഇന്ത്യ ബുള്ളിയൻ IBJAL, അപ്പോൾ അവരാണ് ഇതിൻ്റെ എന്തുവാ, അവർ ഓരോ സ്വർണത്തിന് പറയുന്ന അല്ലെങ്കിൽ ഇടുന്ന വിലകളുണ്ടല്ലോ, അതനുസരിച്ചാണ് ഇങ്ങനെയുള്ള ബോണ്ടുകളൊക്കെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, പബ്ലിഷ്ഡ് ബൈ ദ ഇന്ത്യ ബുള്ളിയൻ ആൻഡ് ജുവലേഴ്സ് അസോസിയേഷൻ ലിമിറ്റഡ് പറയുന്ന പോലുള്ള സ്വർണത്തിൻ്റെ 99.9 പ്യൂരിറ്റിയുള്ള വില. അത് സിമ്പിൾ ആവറേജ് ഓഫ് ഫോർ ദ ലാസ്റ്റ് 3 ബിസിനസ് ഡേയ്സ് ഓഫ്, അതായത് ലാസ്റ്റുള്ള 3 ബിസിനസ് ഡേയ്സിലുള്ള വിലയുടെ സിമ്പിൾ ആവറേജ് എടുത്തിട്ടുള്ള വിലയാണ് അവർ സ്വർണത്തിൻ്റെ വിലയെന്ന് പറയുന്നത്. സിമ്പിൾ നമ്മളിങ്ങനെ ഓർത്താൽ മതി. അതിൻ്റെ സ്വർണത്തിൻ്റെ വിലയെന്ന് പറയുന്നത് 99.9 പ്യൂരിറ്റിയിലുള്ള തുകയാണ് അതിൻ്റെ വിലയെന്ന് പറയുന്നത്. അത് പബ്ലിഷ് ചെയ്യുന്നത് ഒരു ഇന്ന പേരിട്ട് പറഞ്ഞതേ ഉള്ളൂ, ഇന്ത്യ ബുള്ളിയൻ ആൻഡ് ജുവലേഴ്സ് അസോസിയേഷൻ ലിമിറ്റഡ് ആണ് അത് വില പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ബോൺസ് വിൽ ബി ഇഷ്യൂഡ് ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 1 gram സബ്ജക്ട് ടു മിനിമം ഓഫ് 1 gram. അതായത് ഏറ്റവും കുറഞ്ഞത് 1 gram എങ്കിലും മേടിച്ചിരിക്കണം. മിനിമം 1 gram ആണ്. പിന്നെ മൾട്ടിപ്പിൾ ഓഫ് 1 gram വെച്ച് നമുക്ക് മേടിക്കാം. മാക്സിമം ലിമിറ്റ് ഉണ്ടോ വെച്ചാൽ ഉണ്ട്. ഒരു ഇൻഡിവിജ്വലിനൊക്കെ ആണെങ്കിൽ 4 kilogram വരെ മേടിക്കാം. പിന്നെ ട്രസ്റ്റിനൊക്കെ ആണെങ്കിൽ 20 kilogram വരെ മേടിക്കാം. അതാണ് മാക്സിമം ലിമിറ്റ്. പിന്നെ ഇതിൻ്റെ പേയ്മെൻ്റ് എന്ന് പറയുന്നത് 20,000 രൂപ വരെ ക്യാഷ് വെച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ ബാക്കി DD ചെക്ക് ഉപയോഗിച്ച് ചെയ്യാം. ഇതിൻ്റെ സ്കീമിൻ്റെ ടെന്യൂർ, അതായത് എത്ര നാൾ ഇത് വെക്കണം എന്നുള്ളത് വെച്ചാൽ 8 വർഷം എന്നാണ് എൻ്റെ കാലാവധി. ഈ സ്കീമിൻ്റെ കാലാവധി 8 വർഷമാണ്. എന്നാലും നമുക്ക് അലൗഡ് ആഫ്റ്റർ 5 വർഷത്തിന് ശേഷം നമുക്ക് എക്സിറ്റ് ചെയ്ത് പോരാം. അപ്പോൾ അതായത് 5 വർഷം 6 വർഷം 7 വർഷമൊക്കെ നമുക്ക് എക്സിറ്റ് ചെയ്ത് പോരാം. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അത് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഫിസിക്കലായിട്ട് സ്വർണ്ണം മേടിച്ച് വെച്ചിട്ട് പിന്നെ കിട്ടുമ്പോൾ അന്നത്തെ വിലയിലേ കിട്ടത്തുള്ളൂ. ഇതാകുമ്പോൾ അങ്ങനെയല്ല, ഈ ഇൻട്രസ്റ്റ് കൂടെ കിട്ടും നമ്മളത്ര വെച്ച കാലത്ത്. അപ്പോൾ അതിൻ്റെ 2.5% ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം പേയബിൾ ഹാഫ് ഇയർലി ആയിട്ട് പേ ചെയ്യുന്ന 2.5% ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. പിന്നെ പറഞ്ഞ ഓൺ മെച്യൂരിറ്റി ഗോൾഡ് ബോണ്ട് ഷാൾ ബി റിഡീംഡ് ഇന്ത്യൻ റുപ്പീസ് ഓൺ സിമ്പിൾ ആവറേജ് ഓഫ് ദ ക്ലോസിംഗ് പ്രൈസ് ഓഫ് ദ ഗോൾഡ് ഓഫ് 9. അതായത് നേരത്തെ പറഞ്ഞ പരിപാടി തന്നെ. അതായത് ഇന്ത്യ ബുള്ളിയൻ ആൻഡ് ജുവലേഴ്സ് അസോസിയേഷൻ ലിമിറ്റഡ് ഇടുന്ന വിലയുടെ അന്നത്തെ മെച്യൂരിറ്റി ആവുന്ന സമയത്ത് 99.9 പ്യൂരിറ്റി സ്വർണത്തിൻ്റെ വിലയ്ക്ക് തുല്യമായ തുക നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന സ്വർണ്ണം അനുസരിച്ച് നമുക്ക് അന്ന് കിട്ടും എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്കും സോവറിൻ ഗോൾഡ് ബോണ്ട് തീർന്നു. ഇതിനകത്ത് അത്യാവശ്യമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഇതിൻ്റെ 1 gram മിനിമം, മാക്സിമം 4 kilogram, ട്രസ്റ്റിനൊക്കെ ആണെങ്കിൽ 20 kilogram വരെ, ടെന്യൂർ എന്ന് പറഞ്ഞാൽ 8 വർഷം, ഇൻട്രസ്റ്റ് 2.5% പേ ഹാഫ് ഇയർലി ആയിട്ട്. പിന്നെ 5, 6, 7 വർഷത്തിലൊക്കെ 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് പോരാം. 5ാമത്തെ വർഷം, 6ാമത്തെ വർഷം, 7ാമത്തെ വർഷമൊക്കെ നമുക്ക് പ്രിമച്ചുറായിട്ട് എക്സിറ്റ് ചെയ്ത് പോരാം. ഓക്കെ. ഇപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഫിസിക്കലായിട്ട് സ്വർണ്ണം മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റിസ്ക് ഉണ്ട്. അത് വല്ല കള്ളം കെട്ടോണ്ട് പോവോ, പിന്നെ ലോക്കറിൽ കൊണ്ടുവച്ചാൽ ലോക്കർ പ്രൈസ് കൊടുക്കണം, അങ്ങനെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതൊക്കെ ഇതുകൊണ്ട് മാറും. കാരണം ഡിജിറ്റലായിട്ട് നമുക്ക് മേടിച്ച് വയ്ക്കാം. ഈ കള്ളം കൊണ്ടുപോകുന്നുള്ള കാര്യം പേടിയില്ല. പിന്നെ ഗവൺമെൻറ് കൺട്രോളിലാണ് നടക്കുന്നതുകൊണ്ട് സേഫാണ്, നമ്മൾ സെക്യൂറാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ സോവറിൻ ഗോൾഡ് ബോണ്ടിനുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്ക് നമ്മൾ PO Gate Part 1 തീർന്നു. ഓക്കെ.